മറ്റുള്ളവരുടെ തണലിൽ മാത്രം ഒതുങ്ങിക്കൂടി സ്വന്തം ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും മനസ്സിലിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് എത്രകാലം നമുക്കിങ്ങനെ മുന്നോട്ടു പോകാനാകും? കേൾക്കുമ്പോൾ നെഞ്ചിലൊരു തീക്കനൽ കോരിയിട്ടതുപോലെ തോന്നാം, പക്ഷെ ജീവിതത്തിലെ ഒട്ടും കലർപ്പില്ലാത്ത പച്ചയായ യാഥാർത്ഥ്യമാണിത്. പണത്തിന്റെ തിളക്കത്തിനും പ്രതാപത്തിനും മുന്നിൽ മാത്രം തലകുനിക്കുന്ന ഒരു സ്വാർത്ഥലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പുറത്തുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വന്തം ചോരയും കുടുംബവും പോലും പലപ്പോഴും നമ്മളെ അളക്കുന്നതും നമുക്ക് വിലയിടുന്നതും നമ്മുടെ കൈയിലുള്ള സമ്പത്ത് നോക്കിയാണെന്നത് എത്ര വലിയ ക്രൂരതയാണ്. മഹാനായ ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്: ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയും നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായി ഒരു നിലപാടോ ധർമ്മമോ മുറുകെ പിടിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. കാരണം ജീവിച്ചു പോകണമെന്ന കടുത്ത നിർബന്ധങ്ങൾ അവളെ പല കാര്യങ്ങളോടും ഒത്തുതീർപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓരോ ചെറിയ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി അവരെ ആശ്രയിച്ച് ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നെഞ്ചുവിരിച്ചു നിൽക്കാൻ തക്കവണ്ണം സ്വന്തമായി ഒരു വ്യക്തിത്വവും ആത്മവിശ്വാസവും നേടിയെടുക്കാനാണോ? ഒരു വീട്ടമ്മയെ വെറും പണം ലാഭിക്കുന്നവൾ മാത്രമാക്കാതെ സ്വന്തമായി പണം സമ്പാദിക്കുന്ന കരുത്തുള്ള ഒരു സ്ത്രീയാക്കി മാറ്റാൻ സഹായിക്കുന്ന ചാണക്യന്റെ 12 രഹസ്യസൂത്രങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും തീർച്ച. പക്ഷേ ഒരു നിമിഷം ഇതൊരു സാധാരണ സമ്പാദ്യ രീതിയോ പഴയതുപോലെ കുടുക്കയിൽ പണം സൂക്ഷിക്കുന്ന ലളിതമായ വഴിയോ ആണെന്ന് കരുതി ആരും തള്ളിക്കളയരുത്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെയൊരു ചെറിയ വിരാമമിടാം. കാരണം ഞാനിനി പങ്കുവയ്ക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ അല്പം ചിന്തിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയേക്കാം. ഇത്രയും കാലം സ്വന്തം വീടിനുള്ളിൽ വെച്ച് നിങ്ങൾ എത്ര വലിയൊരു അബദ്ധമാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. നിങ്ങളെ ആ വീടിന്റെ ലക്ഷ്മിയെന്ന് വിശേഷിപ്പിച്ചവർ പോലും ഒരിക്കലും ആ വീടിന്റെ യഥാർത്ഥ അധികാരിയാകാൻ നിങ്ങളെ അനുവദിച്ചിരുന്നില്ല എന്ന കൈപ്പേറിയ സത്യം നിങ്ങൾ തിരിച്ചറിയണം. വീട്ടുജോലികൾ ചെയ്യുക എന്നത് മാത്രമാണ് സ്ത്രീയുടെ കടമയെന്നും പണമിടപാടുകളും സാമ്പത്തിക കാര്യങ്ങളും പുരുഷന്മാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുമാണ് നമ്മളെ എപ്പോഴും പഠിപ്പിച്ചുപോന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വയംഭരണാധികാരവും വ്യക്തിത്വവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ കളി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. നഷ്ടപ്പെട്ടുപോയ ആ അധികാരം അന്തസ്സോടെ തിരിച്ചുപിടിക്കാനുള്ള ഒന്നാമത്തെ ചാണക്യതന്ത്രമാണ് അദൃശ്യമായ സമ്പാദ്യത്തിന്റെ മായാജാലം. തന്റെ കൈവശമുള്ള സമ്പത്ത് മുഴുവൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പൂർണ്ണമായി വെളിപ്പെടുത്തരുതെന്ന് ചാണക്യൻ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കരുത്തും ആയുധവും തന്റെ ഭർത്താവിന് പോലും കൃത്യമായി അറിയാത്ത രീതിയിൽ അവൾ രഹസ്യമായി സൂക്ഷിച്ചുവെക്കുന്ന സ്വന്തം സമ്പാദ്യം തന്നെയാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മോശമായി തോന്നാം, എന്നാൽ ഇതൊരു ചതിയല്ല, മറിച്ച് ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു തന്ത്രമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വീട്ടുകാര്യങ്ങൾ നോക്കുകയും ഓരോ ചെറിയ പൈസയുടെ പോലും കണക്കുകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. പക്ഷേ നാളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ആപത്ത് കുടുംബത്തെ തേടിയെത്തിയാൽ എന്തു ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷങ്ങൾ വേണ്ടിവരുന്ന പെട്ടെന്നുള്ളൊരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ ബിസിനസ്സിലെ തകർച്ച കാരണം സ്വന്തം വീട് പോലും ലേലത്തിൽ പോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? ആ കഠിനമായ രാത്രിയിൽ കുടുംബം മുഴുവൻ ഭയന്നുവിറച്ചു നിൽക്കുമ്പോൾ ഒടുവിൽ നിരാശയോടെ ഒരു കോണിലിരുന്ന് കണ്ണീരൊഴുക്കാൻ മാത്രമാണോ നിങ്ങളുടെ വിധി? തീർച്ചയായും അല്ല. അത്തരം പ്രതിസന്ധികളിലാണ് ആരും കാണാതെ നിങ്ങൾ കരുതിവെക്കുന്ന അദൃശ്യമായ ഈ സമ്പാദ്യം നിങ്ങളുടെ തുണയാകുന്നത്. ഓരോ മാസവും വീട്ടുസാധനങ്ങൾ വാങ്ങുമ്പോഴും കറന്റ് ബില്ലുകൾ അടയ്ക്കുമ്പോഴും മറ്റ് ദൈനംദിന ചെലവുകൾക്കിടയിൽ നിന്നും ആരും അറിയാതെ ഒരു ചെറിയ തുക മാറ്റിവെക്കാൻ ശീലിക്കുക. അത് നിങ്ങളും ഈശ്വരനും മാത്രം അറിയുന്ന ഒരു രഹസ്യകേന്ദ്രത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇതിനെ ഒരിക്കലും ഒരു പിശുക്കായി കാണരുത്, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷാ കവചമാണിത്. ഈ ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടുവെന്ന് തോന്നുന്ന ആ കഠിനമായ പരീക്ഷണഘട്ടത്തിൽ നിങ്ങൾ ഈ രഹസ്യനിധി പുറത്തെടുക്കുമ്പോൾ നിങ്ങളെ വെറുമൊരു വീട്ടുജോലിക്കാരിയായി മാത്രം വിലയിരുത്തിയവർ ആദരവോടെ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ആ നിമിഷം ഈ സമ്പാദ്യം നിങ്ങളുടെ ജീവൻ മാത്രമല്ല, നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കൂടിയാണ് കാത്തുരക്ഷിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ചിന്ത വളരെ നിർണായകമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. കാരണം പണം വെറുതെ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് മാത്രം ആരും പെട്ടെന്ന് ധനികരാകാൻ പോകുന്നില്ല. ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് സൂക്ഷിച്ചുവെച്ച പണം മുഴുവൻ വെള്ളം പോലെ ഒലിച്ചുപോകും. ഒടുവിൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയും വരും. നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയ്ക്ക് നേരെയുള്ള കൃത്യമായൊരു മുന്നറിയിപ്പാണിത്. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്ന ആ ചിന്തയിൽ നിന്ന് സ്വന്തം മനസ്സിനെ രക്ഷിച്ചെടുക്കുക എന്നതാണ് വിജയത്തിന്റെ രണ്ടാമത്തെ രഹസ്യമന്ത്രം. നിർഭാഗ്യവശാൽ ഈ താരതമ്യമാണ് ഇന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സമാധാനം തകർക്കുന്നത്. അയൽപ്പക്കത്തെ വീട്ടിൽ പുതിയ വലിയൊരു ഫ്രിഡ്ജ് വന്നു, ഏതോ ഒരു ബന്ധുകല്യാണത്തിന് 2000 രൂപയുടെ വില കൂടിയ ലഹങ്ക ധരിച്ചെത്തി, അല്ലെങ്കിൽ കൂട്ടുകാരി അവളുടെ കുട്ടികളെ വളരെ ചെലവേറിയ സ്കൂളിൽ ചേർത്തു എന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന അസൂയയും അസ്വസ്ഥതയും നിങ്ങളെ മാനസികമായി ദരിദ്രരാക്കുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായ ഇത്തരം ചിന്തകളെ മാറ്റിവെച്ച് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സുരക്ഷിതത്വവും സമാധാനവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കൂ.
ദാരിദ്ര്യത്തെ കൈനീട്ടി സ്വീകരിക്കുന്നതിന് തുല്യമായ ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ചാണക്യൻ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ ഒന്നാളാവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ അന്ധമായ ഓട്ടം യഥാർത്ഥത്തിൽ ചോരനീരാക്കിയുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ വെറുതെ കളഞ്ഞുകുളിക്കുന്നതിന് തുല്യമാണ്. ആവശ്യങ്ങളും അത്യാഗ്രഹങ്ങളും തമ്മിലുള്ള ആ നേർത്ത വര നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ സ്വന്തം കുടുംബത്തിന്റെ തകർച്ചയ്ക്കാണ് നമ്മൾ തന്നെ വഴിയൊരുക്കുന്നത്. കടം വാങ്ങിയോ കഷ്ടപ്പെട്ടോ വാങ്ങിക്കൂട്ടുന്ന ആ ആഡംബര സോഫയും വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളുമൊക്കെ തൽക്കാലത്തേക്ക് 4 ദിവസത്തെ വ്യാജമായൊരു സന്തോഷം തരുമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന് നമ്മുടെ വാതിലിൽ മുട്ടുമ്പോൾ ഈ വസ്ത്രങ്ങൾക്കൊരിക്കലും നമ്മുടെ കണ്ണീരൊപ്പാൻ കഴിയില്ലെന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം എത്തിപ്പിടിക്കാനോ വേണ്ടി നമ്മൾ നടത്തുന്ന ഇത്തരം അനാവശ്യ ചെലവുകൾ ഏറ്റവും വലിയൊരു സാമ്പത്തിക പാപമാണ്. പുറമേയുള്ള ഈ പൊങ്ങച്ചങ്ങൾക്കപ്പുറം ഉള്ളിലൊന്നുമില്ലാത്തവനെ ഈ സമൂഹം ഒരിക്കലും ബഹുമാനിക്കില്ല. അതുകൊണ്ട് ആ പണം വെറുതെ ധൂർത്തടിക്കാതെ നിങ്ങളുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുക. കാരണം ആ പണത്തിന്റെ യഥാർത്ഥവും ഏറ്റവും ശക്തവുമായ ഉപയോഗം എവിടെയാണെന്ന് ഞാൻ 3-ാമത്തെ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞുതരാം. നൂറ്റാണ്ടുകളായി രാജകുടുംബങ്ങളിലെ രാജ്ഞിമാർ മാത്രം രഹസ്യമായി സൂക്ഷിച്ച, സാധാരണക്കാരിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ അനുവദിക്കാതിരുന്ന ഒരു വലിയ സത്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വെറുതെ പണം ലാഭിക്കുക മാത്രമല്ല, ആ പണത്തെ വീണ്ടും വളർത്തി വലുതാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചാണക്യനീതിയിൽ പറയുന്ന 3-ാമത്തെയും ഏറ്റവും ശക്തവുമായ മന്ത്രം സ്ത്രീധനത്തിന്റെ അഖണ്ഡ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ്. പുരാതനകാലം തൊട്ടേ ഏതു വലിയ പ്രതിസന്ധിയിലും മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന യഥാർത്ഥ കൂട്ടാളി സ്വർണമാണ്. രാജാക്കന്മാർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുമ്പോഴും രാജ്ഞിമാർ തങ്ങളുടെ പക്കലുള്ള സ്വർണശേഖരത്തിന്റെ കരുത്തിൽ വീണ്ടും ഒരു വലിയ സൈന്യത്തെ കെട്ടിപ്പടുക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കടലാസ് നോട്ടുകൾക്ക് മൂല്യമില്ലാതായേക്കാം, ബാങ്കുകൾ ഒറ്റരാത്രി കൊണ്ട് തകർന്നടിയാം, പക്ഷേ സ്വർണത്തിന്റെ മൂല്യത്തിന് ഒരിക്കലും ഇടിവ് സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ അദൃശ്യ സമ്പാദ്യത്തിൽ നിന്നും മാറ്റിവെക്കുന്ന പണം കടലാസ് നോട്ടുകളായി അലമാരയിൽ വെച്ച് വെറുതെ നശിപ്പിച്ചു കളയരുത്. അതിനെ സ്വർണമാക്കി മാറ്റുകയാണ് വേണ്ടത്. വലിയ ആഭരണങ്ങളല്ലെങ്കിൽ പോലും ചെറിയ സ്വർണ്ണ നാണയങ്ങളായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്ന മറ്റ് നിക്ഷേപങ്ങളായോ ഇത് വാങ്ങി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ മാത്രം സ്വന്തം നിധിയാണ്. ഇതിൽ മറ്റാർക്കും യാതൊരുവിധ നിയമപരമോ ധാർമ്മികമോ ആയ അവകാശമില്ല. നിങ്ങളുടെ അലമാരയിൽ ഈ സ്വർണശേഖരം നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസവും ധൈര്യവും രൂപപ്പെടും. നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്ന ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാകും. പിന്നീട് നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല, മറിച്ച് മറ്റുള്ളവർ നിങ്ങളെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരും. പക്ഷേ ഒരു നിമിഷം കുറച്ച് സ്വർണം വാങ്ങിയതുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് കരുതി ആരും സന്തോഷിക്കേണ്ടതില്ല. ഇതിന്റെ 4-ാമത്തെ നിയമം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ സമ്പാദ്യം പോലും വളരെ പെട്ടെന്ന് വിറ്റഴിക്കേണ്ട ഒരവസ്ഥ നിങ്ങളെ തേടിയെത്തും. എല്ലാ ഭാരതീയ വീടുകളിലെയും അടുക്കളയെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചോർത്തിക്കളയുന്ന ഒരു ഭയങ്കരമായ തെറ്റുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ദിവസത്തിൽ 3 തവണ നിങ്ങളുടെ ഐശ്വര്യത്തെ നിങ്ങളുടെ കൈകൾ കൊണ്ടുതന്നെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, അത് നമ്മുടെ അടുക്കളയാണ്. അതുകൊണ്ടാണ് അടുക്കള ഭരണം കർശനമായി നിയന്ത്രിക്കുക എന്നത് വിജയത്തിലേക്കുള്ള 4-ാമത്തെ രഹസ്യമന്ത്രമായി മാറുന്നത്. അടുക്കള എന്നാൽ വെറും ഭക്ഷണം പാകം ചെയ്യുന്ന ഒരിടം മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ വീടിന്റെ റിസർവ് ബാങ്ക് തന്നെയാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ കണിക പോലും കളയാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഭക്ഷണം അനാവശ്യമായി പാഴാക്കിക്കളയുന്ന വീടുകളിൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലെന്നും അത്തരം വീടുകളിൽ നിന്ന് ഐശ്വര്യം പടിയിറങ്ങിപ്പോകുമെന്നുമാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. കൃത്യമായ ഒരു പ്ലാനോ കണക്കുകൂട്ടലോ ഇല്ലാതെ വെറുതെ വിപണിയിൽ പോയി മനസ്സിന് തോന്നിയതുപോലെ ബാഗ് നിറയെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ പകുതിയും പിന്നീട് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് ചീഞ്ഞു പോകുകയാണ് പതിവ്. ഒടുവിൽ അതൊരു ബാധ്യതയായി തോന്നി നമ്മൾ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ചീഞ്ഞുപോയത് വെറും ഭക്ഷണമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഭർത്താവോ മക്കളോ ചോരനീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാണ് അവിടെ ഇല്ലാതാകുന്നത്. നിങ്ങളുടെ നാളത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യവും നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതമായ ഭാവിയുമാണ് ആ വലിച്ചെറിയുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അടുക്കളയിലെ ഓരോ ചെറിയ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുക. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യവും ഭദ്രതയും കാത്തുസൂക്ഷിക്കും. ഒരു കുടുംബത്തിന്റെ വിജയവും സന്തോഷവും ആ വീടിന്റെ ഐശ്വര്യവുമെല്ലാം എപ്പോഴും നിലനിൽക്കുന്നത് അവിടുത്തെ സ്ത്രീകളുടെ കൈകളിലാണ്. വലിയൊരു അന്താരാഷ്ട്ര കമ്പനിയെ വളരെ കൃത്യതയോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു സിഇഒയെപ്പോലെയാണ് ബുദ്ധിമതിയായ ഒരു സ്ത്രീ തന്റെ വീടും അടുക്കളയും ഭരിക്കേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, അതെത്രത്തോളം വേണം, അതിൽ നിന്ന് എത്രത്തോളം പണം മിച്ചം പിടിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായൊരു കണക്കുകൂട്ടൽ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകണം.
അനാവശ്യമായി പണം ചിലവഴിക്കുന്ന വഴികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ ഓരോ മാസവും അവസാനിക്കുമ്പോൾ കയ്യിൽ ബാക്കിയാകുന്ന തുക കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. റേഷനും സ്വർണവും മാത്രം ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വലിയൊരു തെറ്റായ ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന യഥാർത്ഥ അപകടം മറ്റൊന്നാണ്. സ്വന്തം കൈകൊണ്ട് പണമെണ്ണി നൽകി നമ്മൾ വാങ്ങുന്ന രാത്രികളിലെ സമാധാനം മുഴുവൻ കെടുത്തിക്കളയുന്ന ഒരു മധുരമുള്ള വിഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹം അതിനെ വിളിക്കുന്നത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്നാണ്. ഈയൊരു ചതിക്കുഴിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ചെന്നു ചാടിയാൽ നിങ്ങളുടെ തലമുറകൾക്ക് പോലും ആ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമാകില്ല. ഒരു ബാങ്കുകാരനോ ബന്ധുക്കളോ എന്തിനേറെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ഈ കൈപേറിയ യാഥാർത്ഥ്യം നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കും. കടം, വായ്പകൾ, EMI എന്നിവയുടെ മായാവലയമാണ് യഥാർത്ഥത്തിൽ ഈ മധുരവിഷം. കടം എന്നത് നിങ്ങളുടെ വീടിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും കരിച്ചുകളയുന്ന ഒരു അദൃശ്യമായ അഗ്നിയാണെന്നാണ് ചാണക്യന്റെ ഏറ്റവും കർശനമായ 5ാമത്തെ തത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാപട്യം നിറഞ്ഞ ഇന്നത്തെ ഈ ലോകത്ത് മറ്റുള്ളവരുടെ പത്രാസ് കണ്ട് ഒരു കൂട്ടുകാരി പുതിയ ഐഫോൺ വാങ്ങിയതിനോ അയൽക്കാരൻ പുത്തൻ കാർ മേടിച്ചതിനോ ഒക്കെ ഭർത്താവിനെ നിർബന്ധിക്കുന്നതും സ്വന്തം ആഗ്രഹങ്ങൾക്കായി കടം വാങ്ങിക്കൂട്ടുന്നതും ശരിയല്ല. സമൂഹത്തിൽ നിങ്ങളുടെ വില നിലനിർത്താനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വന്തം കഴുത്തിൽ തന്നെയാണ് ഓരോ മാസവും നിങ്ങളുടെയും കുടുംബത്തിന്റെയും ശ്വാസം മുട്ടിക്കുന്ന ഒരു കുരുക്ക് മുറുക്കുന്നത്. കടം വാങ്ങി വീട്ടുമറത്തിട്ട ആ ആഡംബര സോഫയിലിരുന്ന് നിങ്ങൾക്കൊരിക്കലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ ബാങ്കുകാരുടെ ഫോൺ കോളുകളെക്കുറിച്ചുള്ള ഭയവും അടുത്ത തവണത്തെ അടവിനെക്കുറിച്ചുള്ള ആശങ്കയും എപ്പോഴും തങ്ങിനിൽക്കും. അതുകൊണ്ട് സ്വന്തം കൈയിലുള്ള പണം കൊണ്ട് രാജാവായി ജീവിക്കാൻ ശീലിക്കുക. കാരണം വായ്പ വാങ്ങി തലയിൽ വയ്ക്കുന്ന കിരീടം എന്നെങ്കിലും ഒരുനാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ തല താഴ്ത്താനിടയാക്കും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും വലിയൊരു തെറ്റുപറ്റുന്നത്. വലിയ ചിലവുകളൊക്കെ തടഞ്ഞു, കടം വാങ്ങുന്നത് നിർത്തി, ഇനി തങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് അവർ കരുതും. എന്നാൽ ഇനിയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം ചാണക്യന്റെ 6ാമത്തെ തത്വം നിങ്ങളുടെ ആ വ്യാജമായ സമാധാനത്തെ പൂർണ്ണമായും തകിടം മറിക്കും. ഒരു ചെറിയ ദ്വാരത്തിനുപോലും എത്ര വലിയ ആഡംബരക്കപ്പലിനെയും സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് താഴ്ത്താൻ കഴിയുമെന്ന ഭയപ്പെടുത്തുന്ന ഒരു ചൊല്ലുണ്ട്. നിങ്ങളുടെ വീടിന്റെ ബജറ്റിലും ഇത്തരം ചെറിയ ദ്വാരങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും വീഴുന്നുണ്ട്. നിങ്ങൾ വിപണിയിൽ പോകുമ്പോൾ 10-20 രൂപയുടെ അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഓൺലൈൻ ഓഫറുകളുടെ പ്രലോഭനത്തിൽ വീണ് നിങ്ങൾക്കോ വീട്ടിലുള്ളവർക്കോ യാതൊരു ആവശ്യവുമില്ലാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. അല്ലെങ്കിൽ കേവലം മടി കാരണം വീട്ടിൽ അനാവശ്യമായി ലൈറ്റും ഫാനും ഇട്ടുവയ്ക്കുന്നു. ഈ ചെറിയ ചെറിയ ചിലവുകൾ ആ സമയത്ത് നിങ്ങൾക്കൊന്നുമല്ലെന്ന് തോന്നാം. എന്നാൽ ചാണക്യന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണടയിലൂടെ നോക്കുമ്പോൾ അതിന്റെ ആഴം കണ്ട് നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ദിവസവും നിങ്ങൾ അനാവശ്യമായി കളയുന്ന 50 രൂപ എന്നത് മാസത്തിൽ 1000 രൂപയും 500 രൂപയും വർഷത്തിൽ 18,000 രൂപയുമായി മാറും. 5 വർഷം കൊണ്ട് ഈ തുക ലക്ഷങ്ങളിലെത്തും. നിങ്ങളുടെ അദൃശ്യമായ സമ്പാദ്യത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്ന നാളെ സ്വർണമായി നിങ്ങളുടെ കൈകളിൽ സൂക്ഷിക്കാമായിരുന്ന പണമാണിത്. ഒരു നിമിഷത്തെ ആഗ്രഹത്തിനും അശ്രദ്ധയ്ക്കും വേണ്ടി നിങ്ങൾ വെറുതെ കളഞ്ഞുകുളിച്ചത് നാളെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു തണലാകേണ്ടിയിരുന്ന സമ്പാദ്യമാണ്. ജീവിതത്തിലെ ഇത്തരം ചെറിയ ചെറിയ ചെലവുകളിലാണ് നമ്മളെപ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്നു പോകുന്ന ഓരോ പൈസയുടെയും കൃത്യമായ കണക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സ്വന്തം കൈയിലുള്ള 10 രൂപയെപ്പോലും ബഹുമാനിക്കാൻ അറിയാത്ത ഒരാൾക്കും ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയുണ്ടെന്ന് ലക്ഷ്മീദേവി ഒരിക്കലും കരുതാറില്ല. എന്നാൽ ഇന്നത്തെ ചെലവുകൾ മാത്രം ചുരുക്കുന്നതും ഓരോ പൈസയും സൂക്ഷിച്ചുവെക്കുന്നതും കൊണ്ട് മാത്രം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുമോ? നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ വാതിലിൽ വന്നുമുട്ടാൻ പോകുന്ന കഠിനമായ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ വളർന്നു വലുതായി നിങ്ങളുടെ വാർദ്ധക്യത്തിൽ വലിയൊരു താങ്ങാകുമെന്ന് കരുതിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ചാണക്യന്റെ 7ാമത്തെ തത്വം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കൈപ്പേറിയ സത്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടും. ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണവും കൃത്യമായ ആസൂത്രണവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് ചാണക്യൻ നമ്മെ ഉപദേശിക്കുന്നത്. വാർദ്ധക്യകാലത്ത് ഉണ്ടായേക്കാവുന്ന അശരണതയിൽ നിന്നും അവഗണനയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഒരേയൊരു ബ്രഹ്മാസ്ത്രം ഇതാണ്. ഇന്ന് നിങ്ങളുടെ കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഭർത്താവിന് മികച്ച വരുമാനമുണ്ട്, മക്കൾ ചെറുതായതുകൊണ്ട് അവർ നിങ്ങളുടെ വാക്കുകൾ അനുസരിക്കുന്നുമുണ്ട്. എന്നാൽ കാലചക്രം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എന്നോർക്കുക. അത് വളരെ ക്രൂരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാളെ നിങ്ങളുടെ ശരീരം രോഗങ്ങളുടെ താവളമാകുമ്പോൾ, സന്ധിവേദന കാരണം ഒന്ന് തിരിഞ്ഞുകിടക്കാൻ പോലും കഴിയാതെ വരുമ്പോൾ, മരുന്നുകൾക്കായി ദിവസവും ആയിരക്കണക്കിന് രൂപ ആവശ്യമായി വരുമ്പോൾ, നിങ്ങൾ ചോരനീരാക്കി വളർത്തിയ അതേ മക്കളുടെ മുന്നിൽ ഒരു യാചകിയെപ്പോലെ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം മക്കളുടെ കാരുണ്യത്തിലും അവരുടെ കുറ്റപ്പെടുത്തലുകളിലും ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു മാനസിക അപമാനം ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് ഈ ഭൂമിയിൽ വേറെയുണ്ടാകില്ല.
അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ നാളേക്കായി ഓരോ തരി മണലായി സമ്പാദിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആ രഹസ്യ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് നിങ്ങളുടെ വാർദ്ധക്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി മാത്രം മാറ്റിവെക്കുക. ഈ പണം മാത്രമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ മകനായി മാറി നിങ്ങളെ ഒരു വൃദ്ധസദനത്തിന്റെ പടി കടത്താതെ നിങ്ങളുടെ അന്തസ്സും ആത്മാഭിമാനവും കാത്തുസൂക്ഷിക്കുന്നത്. ഇവിടെയാണ് ഈ സാമ്പത്തിക സൂത്രവാക്യം നിങ്ങളെ ഉള്ളിൽ നിന്ന് പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. പണം ലാഭിക്കുന്നതും സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഭാവിക്കായി ഒരുങ്ങുന്നതുമെല്ലാം എപ്പോൾ വേണമെങ്കിലും തകർന്നുപോകാവുന്ന ഈ ബാഹ്യലോകത്തെ ചില ആയുധങ്ങൾ മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഈ സമ്പാദ്യമെല്ലാം ആരെങ്കിലും മോഷ്ടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് തകരുകയോ എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിൽ നിങ്ങളുടെ വീടും സ്വർണവും സർവസ്വവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയോ ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ വീണ്ടും തെരുവിലേക്കിറങ്ങുമോ, അതോ സ്വന്തം വിധിയെ ഓർത്ത് കരഞ്ഞിരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ചാണക്യന്റെ 8ാമത്തെ തന്ത്രം പറയുന്നത് ലോകത്തിലെ എത്ര വലിയ കള്ളനും കോടതിക്കും സർക്കാരിനും സ്വന്തം ബന്ധുക്കൾക്കും പോലും നിങ്ങളിൽ നിന്നൊരിക്കലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ശാശ്വത നിധിയെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ സ്വന്തം കഴിവാണ്, നിങ്ങളുടെ വൈദഗ്ധ്യമാണ്. അടുക്കളപ്പണികൾക്കും ടിവി സീരിയലുകൾക്കും അയൽപ്പക്കത്തെ വർത്തമാനങ്ങൾക്കുമിടയിൽ സ്വയം ഒതുങ്ങിക്കൂടി വർഷങ്ങളായി പുതിയതൊന്നും പഠിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. അറിവ് നേടുന്നത് നിർത്തുന്ന നിമിഷം മുതൽ ഒരു മനുഷ്യന്റെ പതനവും മാനസികമായ മരണവും ആരംഭിക്കുമെന്നാണ് ചാണക്യൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ആരായാലും എത്രമാത്രം പഠിച്ചവരോ പഠിക്കാത്തവരോ ആകട്ടെ, നാളെ ഒരു വലിയ പ്രതിസന്ധിഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്കൊരു വരുമാന മാർഗമാകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ വൈദഗ്ധ്യം ഇന്നു തന്നെ പഠിക്കാൻ ആരംഭിക്കുക. അത് തയ്യലോ പാചകകലയോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും ഓൺലൈൻ ജോലികളോ ആകാം. നിങ്ങളുടെ ഈ കഴിവ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതും യഥാർത്ഥവുമായ ഇൻഷുറൻസ് എന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത വഴികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അടഞ്ഞുപോകുമ്പോൾ, ചോരനീരാക്കിയുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കൈവിട്ടുപോകുന്ന ആ കഠിനമായ നിമിഷങ്ങളിൽ ജീവനേക്കാൾ പ്രിയപ്പെട്ടവരായി നെഞ്ചോട് ചേർത്തുവെച്ചവർ പോലും നമ്മളെ കാണാത്ത ഭാവത്തിൽ മുഖം തിരിച്ചു നടന്നുപോകുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ നെഞ്ചിൽ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയാകുന്ന ആ ഒരു കഴിവ് മാത്രമായിരിക്കും നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ പഴയ പ്രതാപവും സിംഹാസനവും നിങ്ങൾക്ക് വീണ്ടും തിരികെ തരിക. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തിയെ എപ്പോഴും മൂർച്ചയോടെ കാത്തുസൂക്ഷിക്കുക. കാരണം തുരുമ്പെടുത്തുപോയ ഒരു വാളും കൊണ്ട് സ്വന്തം വിധിയുടെ ചങ്ങലക്കെട്ടുകളെ അറുത്തുമാറ്റി മുന്നേറാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതണം. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ചു, സ്വർണം വാരിക്കൂട്ടി ഭാവി ഭദ്രമാക്കി, ഒപ്പം ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത നല്ലൊരു കഴിവും സ്വന്തമാക്കി. പക്ഷേ 99% സ്ത്രീകളും തങ്ങളുടെ അമിതമായ സന്തോഷം കൊണ്ടോ നിയന്ത്രണമില്ലാത്ത സംസാരം കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ വരുത്തിവെക്കുന്ന ആ ഒരു ചെറിയ തെറ്റ് നിങ്ങളും ആവർത്തിച്ചാൽ നിങ്ങൾ ചോരനീരാക്കി കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം മുഴുവൻ വെറും ഒരൊറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. നിങ്ങൾ വരുത്തുന്ന ഒരു ചെറിയ വീഴ്ച, നിങ്ങളുടെ നാവിൽ നിന്നറിയാതെ വീഴുന്ന ഒരൊറ്റ തെറ്റായ വാക്ക് നിങ്ങളുടെ സ്വന്തം ആളുകളെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാക്കി മാറ്റിയേക്കാം. ഈ നിയമം ലംഘിച്ചാൽ പിന്നെ നാശമല്ലാതെ മറ്റൊരു വഴിയും മുന്നിലുണ്ടാകില്ല. അത്രമേൽ രഹസ്യവും അപകടകരവുമായ ആ നിയമമാണ് മൗനത്തിന്റെയും അന്തസ്സിന്റെയും ആ ഭേദിക്കാനാവാത്ത മതിൽ. ഇതിനെയാണ് നമ്മുടെ 9ാമത്തെ ചാണക്യമന്ത്രം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് എത്ര വലിയ ബുദ്ധിശാലികളായ സ്ത്രീകൾ പോലും പരാജയപ്പെട്ടുപോകുന്നത്. സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വിളിച്ചു പറയുന്ന വലിയൊരു ആത്മവിശ്വാസപരമായ തെറ്റ് ചെയ്യാറുണ്ട്. വീട്ടിൽ അല്പം പണം കൂടുതലായി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യ സമ്പാദ്യം വർദ്ധിച്ചാൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു സ്വർണ്ണാഭരണം വാങ്ങിയാൽ, അത് എപ്പോഴാണ് കൂട്ടുകാരികളെയോ ബന്ധുക്കളെയോ അയൽക്കാരെയോ കാണിക്കുക എന്നോർത്ത് മനസ്സ് അസ്വസ്ഥമാകും. ഈ കാട്ടിക്കൂട്ടലുകളും അനാവശ്യമായ സംസാരവുമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. ഒരു മുറിവ് തുറന്നുവെച്ചാൽ അതിൽ ഈച്ചകൾ വന്നിരിക്കുമെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കു മുന്നിൽ പ്രദർശിപ്പിച്ചാൽ ചുറ്റുമുള്ള അസൂയക്കാരും അത്യാഗ്രഹികളും, എന്തിന് നിങ്ങളുടെ സ്വന്തം ബന്ധുക്കൾ പോലും നിങ്ങളെ ഇരയാക്കാൻ തക്കം പാർത്തിരിക്കും. അവർ വളരെ സ്നേഹത്തോടെ അടുത്തുവന്ന് വ്യാജമായ പ്രയാസങ്ങൾ നിരത്തി നിങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം കടമെന്ന പേരിൽ തട്ടിയെടുക്കും. ആ പണം പിന്നീട് ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചുവരികയുമില്ല. അതേസമയം നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ വീട്ടിൽ ഭക്ഷണത്തിന് പോലും വകയില്ലെങ്കിൽ കൂടിയും ആ സങ്കടം മറ്റുള്ളവരുടെ മുന്നിൽ പോയി കരഞ്ഞു തീർക്കരുത്. ഈ ലോകം ഒരിക്കലും ദുർബലരെ താങ്ങി നിർത്തില്ല. പകരം അവരെ പരിഹസിക്കാനും കൂടുതൽ അടിച്ചമർത്താനുമേ ശ്രമിക്കൂ. നിങ്ങളുടെ ഖജനാവ് നിറഞ്ഞു കവിയുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ അതിലൊന്നുമില്ലാതെ ശൂന്യമാണെങ്കിലും ശരി, നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ മന്ദഹാസവും ശാന്തതയും ഒരിക്കലും കൈവിട്ടുപോകരുത്. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്തോ ബലഹീനതയോ എന്താണെന്ന് തിരിച്ചറിയാൻ ചുറ്റുമുള്ളവർക്ക് ഒരു ചെറിയ സൂചന പോലും കൊടുക്കരുത്.
ഒരു സ്ത്രീയുടെ മനസ്സ് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ലോകം അവളെ ബഹുമാനിക്കുന്നതും ഒരു പരിഭ്രമത്തോടെ അവളെ നോക്കിക്കാണുന്നതും. എന്നാൽ ചാണക്യനീതി എന്നാൽ കേവലം പണം ഒളിപ്പിച്ചു വെക്കലോ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കലോ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് അതിനേക്കാൾ എത്രയോ ആഴമേറിയതും ശക്തവുമായൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. പണം വെറുതെ പൂട്ടിസൂക്ഷിക്കുന്നവനല്ല യഥാർത്ഥ ഭരണാധികാരി. മറിച്ച് ആ സമ്പത്തുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അദൃശ്യശക്തിയെ തനിക്ക് അനുകൂലമാക്കാൻ കഴിയുന്നവനാണ്. ആ കരുത്തിനെയാണ് നമ്മൾ 10ാമത്തെ മന്ത്രമായി കണക്കാക്കുന്നത്. സ്വാർത്ഥരായ മനുഷ്യരുടെ ചിന്തകൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നാണത്. എന്നാൽ ഇത് തിരിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ ഒരു കാലത്തും പണത്തിന് ദാരിദ്ര്യമുണ്ടാകില്ല. നമ്മുടെ സമ്പത്തിനെ കൂടുതൽ പവിത്രമാക്കുന്ന ദാനത്തിന്റെ മഹിമയാണ് ഈ 10ാമത്തെ മന്ത്രം. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചാകാം നിങ്ങൾ ഓരോ പൈസയും ചേർത്തുവെക്കുന്നത്. പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്നും വളരെ ചെറിയൊരു ഭാഗമെങ്കിലും നിസ്വാർത്ഥമായി നല്ല കാര്യങ്ങൾക്കോ ശരിക്കും സഹായം ആവശ്യമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനോ വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം ആ സമ്പാദ്യം മുഴുവൻ എന്നെങ്കിലും ഒരു ദിവസം രോഗങ്ങൾക്കോ നിയമപരമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അപകടങ്ങൾക്കോ വേണ്ടി വെള്ളം പോലെ ഒഴുക്കിക്കളയേണ്ടിവരും. കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒരിടത്തു തന്നെ പൂഴ്ത്തിവെക്കുന്ന പണവും ഒരുപോലെ നശിച്ചുപോകുമെന്നാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ രഹസ്യ സമ്പാദ്യത്തിൽ നിന്നും ഒരു വിശക്കുന്നവന് ആഹാരം നൽകുകയോ നിർധനനായ ഒരു കുട്ടിയുടെ പഠനത്തെ സഹായിക്കുകയോ ചെയ്യുമ്പോൾ അത് മറ്റാരെയും അറിയിക്കാതെയും ആരുടെയും മുന്നിൽ പ്രകടിപ്പിക്കാതെയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പുണ്യം നിങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചമായി മാറിത്തീരും. ഇതാണ് നിങ്ങളുടെ സമ്പത്തിന്റെ ആത്മീയമായ സുരക്ഷ. ദാനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം കുറഞ്ഞുപോകില്ല, പകരം അതൊരു വിത്ത് പോലെയാണ്. സമയമാകുമ്പോൾ 1000 മടങ്ങായി അത് നിങ്ങളിലേക്ക് തന്നെ തിരികെയെത്തും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനവുമായ ആ അന്തിമ സത്യത്തിലേക്ക് കടക്കുകയാണ്. 11ാമത്തെയും 12ാമത്തെയും മന്ത്രങ്ങൾ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രമായി അത് മാറും. മുകളിലുള്ള 10 നിയമങ്ങളും നിങ്ങൾ പാലിച്ചാലും ഈ അവസാനത്തെ 2 നിയമങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് പകർത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വെറുമൊരു ജീവനക്കാരിയോ സഹായിയോ ആയി ഒതുങ്ങിപ്പോകും. ഒരിക്കലും ആ സാമ്രാജ്യത്തിന്റെ മഹാറാണിയാകാൻ നിങ്ങൾക്ക് കഴിയില്ല. 11ാമത്തെ മന്ത്രം നിങ്ങളെ കാലങ്ങളായി മറച്ചുവെക്കപ്പെട്ട ഒരു വലിയ സത്യം ബോധ്യപ്പെടുത്തും. അത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്. പല സ്ത്രീകളും വിചാരിക്കുന്നത് തങ്ങൾ ഭർത്താവിന്റെ പണമാണ് ചിലവഴിക്കുന്നത്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒതുങ്ങിക്കഴിയണമെന്നും എല്ലാ പരിഹാസങ്ങളും മിണ്ടാതെ സഹിക്കണമെന്നുമാണ്. എന്നാൽ ഈ ചാണക്യനീതി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങളുടെ പക്കൽ ആ അദൃശ്യമായ വലിയ സമ്പാദ്യവും സ്വന്തമായി ഒരു തൊഴിലുമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ പേടിച്ചു വിറച്ച ആ പഴയ മനുഷ്യൻ എന്നേക്കുമായി ഇല്ലാതാകും. നിങ്ങളുടെ നടത്തത്തിലും നിങ്ങളുടെ സംസാരരീതിയിലും നിങ്ങളുടെ കണ്ണുകളിൽ പോലും ഒരു പ്രത്യേക തിളക്കവും ഭയമില്ലായ്മയും ദർശിക്കാനാകും. അത് നിങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുന്നതിനു മുൻപ് 100 വട്ടം ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. പണക്കാരനാവുക എന്നാൽ വീട്ടിൽ നോട്ടുകെട്ടുകൾ അലങ്കരിച്ചു വയ്ക്കുക എന്നതല്ല. യഥാർത്ഥ സമ്പന്നത വരുന്നത് ഇനി എന്ത് സംഭവിച്ചാലും ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാൽ പോലും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരില്ലെന്നും നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരില്ലെന്നും ഉറപ്പുള്ള ആ ദിവസം മാത്രമാണ്. ഇതാണ് ഒരു സ്ത്രീ നേടുന്ന ഏറ്റവും വലിയ വിജയം. ഇതാണ് നമ്മുടെ അവസാനത്തെ 12ാമത്തെ മന്ത്രം. ഈ അധികാരം നിങ്ങൾ ഒരിക്കലും കൈവിട്ടുകളയരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഓരോ പൈസയും കൂട്ടിവെച്ച് നിങ്ങൾ പടുത്തുയർത്തിയ ഈ കോട്ടയെ ഏതെങ്കിലും വൈകാരികതയുടെയോ വ്യാജമായ ബന്ധങ്ങളുടെയോ ബ്ലാക്ക്മെയിലിംഗിന്റെയോ മുന്നിൽ തകരാൻ അനുവദിക്കരുത്. ആളുകൾ വരും, നിങ്ങളുടെ സ്വന്തം ആളുകൾ തന്നെ നിങ്ങളെ സ്വാർത്ഥയെന്നും പണക്കൊതിയുള്ളവളെന്നും വിളിച്ചാക്ഷേപിക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങൾ പുഞ്ചിരിക്കുക. കാരണം അവർക്ക് നിങ്ങളുടെ പണത്തോടല്ല ഭയം, മറിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടും നിങ്ങളുടെ കൈകളിലുള്ള ആ അജയ്യമായ കരുത്തിനോടുമാണ്. ഓർക്കുക, തുള്ളിവെള്ളം ചേർന്നാണ് പെരുമഴയാകുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു സമ്പാദ്യം നിങ്ങളുടെ നാളത്തെ വലിയൊരു സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങളെ ഒരിക്കലും ആരുടെയും അടിമയാക്കാൻ അനുവദിക്കില്ല. ഈ ലോകം നിങ്ങളെ സ്വാർത്ഥ എന്ന് വിളിക്കുന്നുവെങ്കിൽ വിളിക്കട്ടെ. കാരണം ചാണക്യനീതിയിൽ ഇതിനെ സ്വാർത്ഥതയെന്നല്ല, സ്വന്തം നിലനിൽപ്പിനായുള്ള പോരാട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആചാര്യ ചാണക്യന്റെ ഈ കൈപ്പേറിയതും എന്നാൽ ജീവിതം മാറ്റിമറിക്കുന്നതുമായ വാക്കുകൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇനിയൊരു അശരണയായ സ്ത്രീയാകാനല്ല, മറിച്ച് ശക്തയായ ഒരു വ്യക്തിയാകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ സ്വന്തം മൂല്യം തിരിച്ചറിയാത്ത ഓരോ സ്ത്രീയിലേക്കും ഈ സന്ദേശം എത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലേക്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതികരണ പെട്ടിയിൽ ശക്തിയെന്ന് രേഖപ്പെടുത്തുക. ഇരുണ്ട നീതിയുമായി കൈകോർത്തതിന് നന്ദി. സമൂഹമുണ്ടാക്കിവെച്ച വ്യാജമായ നിയമങ്ങളെ തകർത്ത് യഥാർത്ഥ തന്ത്രങ്ങൾ പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.